ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ വീണ്ടും പച്ചക്കറി കൃഷികളൊക്കെ ഒന്നും കൂടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ നന്നായി വരുന്ന സമയമാണ്. അപ്പോൾ ഈ തക്കാളി, അതുപോലെ പയർ, വെള്ളരി, അങ്ങനെ കുറച്ച് ചെടികളാണ് ഇപ്രാവശ്യം കൂടുതലായി നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പടരുന്ന തരത്തിലുള്ള ചെടികൾക്ക് നമുക്ക് നോക്കുമ്പോൾ വടി കുത്തി കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് ലെങ്ത്താണ് നമുക്ക് കിട്ടുള്ളൂ. മുകളിലേക്കൊക്കെ പടർന്ന് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വടിയിൽ കുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തക്കാളി കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വടിയുടെ നീളം കഴിയുമ്പോഴത്തേക്കും അത് വീഴാൻ പോകുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്തായാലും വല കെട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പന്തൽ ഇട്ട് കൊടുക്കേണ്ട പോലെ ആവശ്യം വരും. അതുപോലെ ഈ വെള്ളരിയൊക്കെ താഴെ കിടക്കുകയാണ്. താഴെ നിലത്തെ കൂടെയാണ് പോകുന്നത്. വെള്ളരിയൊക്കെ കണ്ടോ, വെള്ളരിയൊക്കെ നിലത്തെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ താഴെ കൂടെയൊക്കെ വെള്ളരി പോയി അവർക്ക് അത് ചൂടൊക്കെ തട്ടി, ടെറസിലെ ചൂടൊക്കെ തട്ടുമ്പോൾ കറക്റ്റായിട്ട് കായ പിടുത്തമൊന്നും ശരിയാവുന്നില്ല. അപ്പം ഞാനിതിന് പന്തലിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇത് സാധാരണ നമ്മൾ ചെറിയ നൈലോൺ കയർ വെച്ചിട്ടാണ് വല പോലെയൊക്കെയാണ് മുകളിൽ കെട്ടാറുള്ളത്. അപ്പോൾ അത് കെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടും. ഇത് തന്നെ ഒരു പണിയായിട്ട് നിൽക്കേണ്ടി വരും. കുറേ കയറ് മേടിച്ച് പൊട്ടിപ്പോവും. നല്ല ചൂടാണല്ലോ ടെറസിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റെയിൻ ഷെഡറിൻ്റെ ഉള്ളിലാകുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ കെട്ടുന്ന കയറൊക്കെ 1-2 മാസം കൊണ്ട് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് അധികം നാൾ കിട്ടാറില്ല. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കിത് ഇപ്പോൾ കെട്ടിയിരിക്കുന്ന പോലത്തെ ഇതുപോലെയുള്ള ഒരു സ്റ്റേ വയറിൻ്റെയൊക്കെ നമ്മൾ ഈ സർവീസ് വയർ കെട്ടില്ലേ, വീട്ടിലേക്ക് കറണ്ട് കണക്ഷനൊക്കെ എടുക്കുമ്പോൾ KSEB അതിലെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേ വയർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ നോക്ക്, ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഇതുകൊണ്ടൊരു പന്തൽ പോലെ കെട്ടിയിരിക്കുകയാണ്. കണ്ടോ,